അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിൻ്റെയും സെക്കൻഡ് പാർട്ടിൻ്റെയും എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ശരിയുത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ശരിയുത്തരത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഭൂമിയിലെ ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത്. ഓപ്ഷൻസ്: വെട്ടുക്കിളികൾ, പക്ഷികൾ, മൃഗങ്ങൾ. ശരിയുത്തരം വെട്ടുക്കിളികൾ. 2. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം. ഓപ്ഷൻസ്: ഈജിപ്ത്, റസ്സ, കൂഫ. ശരിയുത്തരം റസ്സ. 3. ഖിയാമത്ത് നാളിൻ്റെ വലിയ അടയാളമാണ്. ഓപ്ഷൻസ്: യമനിൽ നിന്ന് വലിയ തീ ഉയരുക, മദ്യപാനം വർദ്ധിക്കുക, മതപരമായ അറിവ് കുറയുക. ശരിയുത്തരം യമനിൽ നിന്ന് വലിയ തീ ഉയരുക. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ട മഹാൻ. ഓപ്ഷൻസ്: ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, റബീഅ റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ശരിയുത്തരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 5. മരണത്തെ ഓർത്താൽ ഇല്ലാതാകും. ഓപ്ഷൻസ്: നിസ്കാരത്തിൽ ഖുശൂഅ്, ക്ഷമ, അസൂയ. ശരിയുത്തരം അസൂയ. 6. പൈനാപ്പിൾ, കൈത്തച്ചക്ക എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: ബാമിയ, ടൊമാറ്റം, അനാനാസ്. ശരിയുത്തരം അനാനാസ്. അടുത്ത പ്രവർത്തനം ചേറുംപടി ചേർക്കുക. 1. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 2. ബഗ്ദാദിൽ ജനിച്ചു. 3. ഹുജ്ജത്തുൽ ഇസ്ലാം. 4. ഹിദായത്തുൽ അസ്കിയാഇന്റെ രചയിതാവ്. 5. കേരളത്തിൽ മതപ്രബോധനം നടത്തി. ഇപ്പുറത്ത് നോക്കുകയെ. സൈനുദ്ദീൻ അൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു, ബി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, സി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഡി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഈ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ നോക്കൂ. 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. ശരിയുത്തരം ഡി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 2. ബഗ്ദാദിൽ ജനിച്ചു. ശരിയുത്തരം സി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. 3. ഹുജ്ജത്തുൽ ഇസ്ലാം. ശരിയുത്തരം ഇ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. 4. ഹിദായത്തുൽ അസ്കിയാഇന്റെ രചയിതാവ്. ശരിയുത്തരം എ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. 5. കേരളത്തിൽ മതപ്രബോധനം നടത്തി. ശരിയുത്തരം ബി മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു. DCE-AB. അടുത്ത പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഡാഷാം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 15-ാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് 15-ാം വയസ്സിൽ ഫത്വ നൽകാൻ അനുവാദം ലഭിച്ചു. 2. സ്ത്രീകളുടെ എണ്ണം ഡാഷ് ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് കൂടുക. സ്ത്രീകളുടെ എണ്ണം കൂടുക ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. 3. പൊതുസ്ഥലങ്ങളിൽ ഡാഷ് നിക്ഷേപിക്കരുത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മാലിന്യങ്ങൾ. പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. 4. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷിൽ അധികം ഹദീസ് മനഃപ്പാഠമാക്കി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 10 ലക്ഷത്തിൽ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിൽ അധികം ഹദീസ് മനഃപ്പാഠമാക്കി. 5. രോഗസന്ദർശനം ഡാഷ് ഓർക്കാൻ സഹായിക്കും. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മരണത്തെ. രോഗസന്ദർശനം മരണത്തെ ഓർക്കാൻ സഹായിക്കും. 6. മാസാ തബഇ ഷൈഅൻ മിന ഡാഷ് അൽ ഇദാഇയ്യ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് അൽ മവാദി. മാസാ തബഇ ഷൈഅൻ മിനൽ മവാദിൽ ഇദാഇയ്യ. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1.
റമളാനിൽ എല്ലാ ദിവസവും 2 ഖത്തം ഓതിയ ഇമാം? ഉത്തരം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 2. മുസ്ലിമായ ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര്? ഉത്തരം താജുദ്ദീൻ. 3. ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം സുന്നത്ത്. 4. പരലോകത്ത് നരകയാതന അനുഭവിക്കേണ്ടി വരും. 6. ഉത്തരം ദുർജനങ്ങൾ. 5. ഖലീലുർ റഹ്മാൻ എന്ന് പേരുള്ള നബി? ഉത്തരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം. 6. ഖുലാർ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം പച്ചക്കറി. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1. ഇന്ത്യയിൽ ആദ്യമായി മസ്ജിദുകൾ നിർമ്മിച്ച 4 സ്ഥലങ്ങൾ? ഉത്തരം കൊടുങ്ങല്ലൂർ, കൊല്ലം, ഏഴിമല, ശ്രീകണ്ഠപുരം. 2. മഹ്ശറിൽ ശഫാഅത്ത് ചെയ്യുന്നവരിൽ 4 വിഭാഗത്തെ എഴുതുക. ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും. 3. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹദീസുകൾ മനഃപ്പാഠമാക്കിയ രീതി? ഉത്തരം ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതിയാണ് അദ്ദേഹം ഹദീസ് മനഃപ്പാഠമാക്കിയിരുന്നത്. 4. ഖിയാമത്ത് നാളിൻ്റെ ചെറിയ അടയാളങ്ങളിൽ 2 എഴുതുക. ഉത്തരം മതപരമായ അറിവ് കുറയുക, പള്ളിയിൽ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാവുക. 5. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. 6. ദൂർത്തടിക്കുന്നവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്ത്? ഉത്തരം നീ ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദിക്കേട് കാട്ടിയവനുമാണ്. 7. ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ അറബിയിൽ എഴുതുക. ഉത്തരം ലാ തുആഖിദ്നാ. അടുത്ത പ്രവർത്തനം കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. കൃഷിയുടെ പ്രാധാന്യം. അപ്പോൾ നോക്കൂ, കൃഷിയിൽ നിന്ന് ജീവജാലങ്ങൾ ഭക്ഷിക്കുന്നതിന് കർഷകന് പ്രതിഫലം ലഭിക്കും. ജീവജാലങ്ങൾക്ക് വെള്ളം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും പ്രതിഫലാർഹമാണ്. കുടിവെള്ളം പാഴാക്കരുത്. ജലക്ഷാമം നേരിടുമ്പോൾ ശുദ്ധീകരണം പോലെയുള്ള കാര്യങ്ങൾ ഉപേക്ഷിച്ച് മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, ഒരു മുസ്ലിം ചെടി നട്ടു അല്ലെങ്കിൽ കൃഷി ചെയ്തു, ഇതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിടയാക്കി, എന്നാൽ അത് അവന് സദഖയായിത്തീരും. 2. മരണം. മരണം എല്ലാവർക്കും അനിവാര്യമാണ്. മരണത്തെ ഭയപ്പെടുകയല്ല, ഓർക്കുകയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അക്സിറു സിക്ര ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെ ഓർക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ മരണസമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എപ്പോഴും മരണത്തെ പ്രതീക്ഷിക്കണം. സന്തോഷത്തോടെ മരിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്കാണ് അതിന് ഭാഗ്യം ലഭിക്കുക. മരണത്തിൻ്റെ പിടിയിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ ലോകത്ത് വന്ന എല്ലാവരും മരിച്ചുപോയി. അക്കൂട്ടത്തിൽ നബിമാരുമുണ്ട്. അന്ത്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമുണ്ട്. പണ്ഡിതന്മാരും നേതാക്കന്മാരും ഭരണാധികാരികളുമെല്ലാമുണ്ട്. എപ്പോൾ മരിക്കുമെന്ന് ആർക്കും അറിവ് നൽകിയിട്ടില്ല. ഓരോരുത്തർക്കും നിശ്ചിത ആയുസ് നൽകിയിട്ടുണ്ട്. അതിൽ അല്പം പോലും കൂടുകയോ കുറയുകയോ ഇല്ല. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.